ഏതാ എടുക്കണേ? ബ്രൂക്ക് ബോണ്ടി ഉണ്ടോ? അപ്പം ഞാനിവിടെ കാണിച്ചത്, ഞാൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചു, മീൻ വാങ്ങിച്ചു, പിന്നെന്താ പച്ചക്കറി വാങ്ങിച്ചു, പാല് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം കിടക്കണ കുറച്ച് സാധനങ്ങൾ ചുമ്മാ കാണിച്ചതാണ്. നമ്മളങ്ങ് ഭയങ്കര പണിയാന്നൊക്കെ പറയും. എല്ലാവർക്കും ഉണ്ട് ഈ പണികളൊക്കെ തന്നെ. നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കാതെയും വഴക്കുണ്ടാക്കാതെയും അങ്ങ് ചെയ്താൽ മാത്രം മതി. അവരവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവരവർ ചെയ്യുക, മറ്റുള്ളവർ ചെയ്യണത് മറ്റുള്ളവർ ചെയ്തോട്ടെ. നമ്മളിത് കണ്ടിട്ടൊന്നും ബുദ്ധിമുട്ടാവണ്ട. ഓക്കെ. ഇപ്പം സമയം നോക്കിക്കേ, 6:30. ഞാൻ വന്നപ്പോൾ 6:30ആയി. പാല് വെക്കുന്നു, പിന്നെ ചോറ് ചൂടാക്കാൻ വെക്കുന്നു, ചായ ഇടുന്നു, പഴംപൊരി ഉണ്ടാക്കി. നേരെ ഇരുന്ന് ചായ കുടിക്കട്ടെ കേട്ടാ. ബാക്കിയൊക്കെ ഇപ്പം ഞാൻ പാത്രം എടുത്തോ തുറന്നിരുന്നതാണ്. കുറച്ച് നേരം തുറന്നിരുന്നോട്ടെ, എങ്ങും ഓടിപ്പോകത്തില്ല, അല്ലാതെ ഇരിക്കട്ടെ. ഇതിൽ തുണി എടുത്തിടാൻ പോവാം. വേണ്ട, അതിനകത്ത് നിന്ന് ID കാർഡ് ഒക്കെ എടുത്ത് വെക്കരുതോ. തുണിയെല്ലാം വിരിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. ചോറൊക്കെ ചൂടായി. ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചു. ഇനി മീൻ കഴുകി റെഡിയാക്കണം. അതിട്ട പാത്രവും എല്ലാം എടുക്കണം. ഇതും കഴുകി വെക്കണം. കറിവേപ്പില കഴുകി ഇങ്ങനെ ഒരു ബോക്സിലിട്ടാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കഴുകാനൊന്നും നിൽക്കണ്ടായല്ലോ. ക്ഷീണിച്ചൊക്കെ വരുവാണെങ്കിൽ നമ്മളിങ്ങനെ പീസായിട്ടുള്ള മീനങ്ങ് വാങ്ങണം. പിന്നെ ആ കടക്കാരോട് തന്നെ പറയണം ഇതിൻ്റെ സ്കിന്നങ്ങ് കളയണമെന്ന്. അപ്പോൾ അത്ര കിടന്ന് കഴുകേണ്ടി വരില്ല. ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ട്. കടുക് വറക്കാനുള്ളതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാനും പോവാം. വെളിച്ചെണ്ണ ഇട്ടു, ചൂടായപ്പോൾ ഉലുവ ഇട്ടു. ഉലുവ ചൂടായപ്പോഴത്തേക്ക് വെള്ളം എടുത്ത് വെച്ചു. കുറച്ച് വെള്ളം വെച്ച് ഇനിയിപ്പോൾ കുറച്ച് ഒഴിക്കാം. അരിഞ്ഞ് വറക്കിടമൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കും. അരപ്പിടുക. ഇനി തിളച്ച് കഴിയുമ്പോൾ മീനിടും. മീനിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ കിടക്കുന്ന പാത്രം കഴുകുള്ളൂ. ഫുള്ള് ചായപാത്രം ഉൾപ്പെടെ എല്ലാ പാത്രവും ഉണ്ട്. കാരണം ഇത് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാത്രം കഴുകി കഴിയാം. എന്തായാലും മീൻ വേകുന്നിടം വരെ നമ്മൾ ഇവിടെ തന്നെ ഒക്കെ നിൽക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ആ സമയത്ത് പാത്രം കഴുകാൻ പറ്റുമല്ലോ. ആ സമയത്ത് വെള്ളവും തിളയ്ക്കും. ഇപ്പോൾ 8 മണിയാകും. അപ്പോൾ നമുക്ക് ജിമ്മിപ്പോൾ അല്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ മീൻ ഇടാൻ പറ്റത്തില്ല. തിളച്ചിട്ടേ ഇടുകയുള്ളൂ. അതുവരെ ഞാനിവിടെ തുടയ്ക്കാൻ പോവാം. തിളച്ചു, മീനിടാം. പാത്രം ഇതെല്ലാം കൂടെ സോപ്പ് തട്ടിയാൽ ഈ സൈഡിൽ വെക്കും. കഴുകി കഴിഞ്ഞിട്ട് വെള്ളം എല്ലായിടും ആകാതിരിക്കാൻ ഇതിനകത്തോട്ട് വെക്കും. സോപ്പ് ഇട്ടിട്ട് വച്ചിരിക്കുകയാണ്. സിങ്ക് ഉൾപ്പെടെ കഴുകി. ഇനി ഇതിലോട്ട് കഴുകി വെക്കാം. അങ്ങനെ പാത്രം കഴുകലും കഴിഞ്ഞു. വെച്ചു. കുറച്ചൊക്കെ ക്ഷീണിച്ചു. ഇതെന്തായി തിളയ്ക്കുന്നു? ഇതെന്തായി തിളച്ചില്ല? കറിയാവാൻ ഒരു 10 മിനിറ്റ് എടുക്കും, 10-15 മിനിറ്റ് എടുക്കും. അതുപോലെ ഇത് തിളയ്ക്കാൻ ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. അപ്പം ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഇതിലെ പാത്രമെല്ലാം എടുത്ത് ഞാൻ വെച്ചു. ഈ വെളിച്ചെണ്ണ പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വെളിച്ചെണ്ണയാണ്. ഇത് കളയാൻ ഇപ്പം മടിയാ, കുറച്ച് കഴിഞ്ഞിട്ടും കളയാം. മീൻകറി റെഡിയായിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങ് ഓഫാക്കാൻ പോവാം. വെള്ളം തിളച്ചില്ല, കുറച്ച് നേരം കൂടെ കഴിയണം. ഞാനിവിടെ വെയിറ്റ് ചെയ്യുക വെള്ളം തിളയ്ക്കാൻ. വെള്ളം തിളച്ചിട്ട് ഓഫാക്കിയിട്ട് വേണം ജിമ്മിൽ പോകാൻ. കുളിച്ച് സെറ്റായി ഇനി ജിമ്മിൽ പോയാൽ മതി. 8 പോയാൽ മതി. അതുവരെ ഇനി 10 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വേണേൽ അമ്മയൊന്ന് വിളിച്ചേക്കാം. രണ്ട് 3 മിനിറ്റ് കൂടുതലൂടെ തിളച്ചോട്ടെ. അവിടെയാണ് എൻ്റെ, അവിടെയാണ് പിള്ളേർ വന്നു. പക്ഷേ എന്നാ മൊബൈൽ വേണോ? പഠിക്കണോ? എന്നാ പഠിച്ചോ പഠിത്തക്കാരൻ.
സ്കൂട്ടറിൽ വന്നതാണ്. കാറേ വന്നാൽ ഉറങ്ങും. ഓക്കേ. ഇപ്പം ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു. 9 മണിയായി. വെളിച്ചെണ്ണ ഞാൻ കളഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതിലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാം. തിളച്ച വെള്ളം ഒരു 2 ഗ്ലാസ് ഒഴിക്കുക. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി കുളിക്കണം, കിടക്കണം.